Hi students, welcome back to our next video class. In this session, we can discuss about the last module in cost accounting, that is operating costing. This chapter contains operating costing, budgeting and budgetary control, and standard costing. First, we have to introduce operating costing. Do you have any idea regarding operating costing? Operating costing is applied where the concern are engaged in rendering services rather than producing goods. അപ്പോൾ നമ്മളുടെ ഫോർത്ത് ചാപ്റ്റർ വരെയും നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലെ കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ ഫോർത്ത് ചാപ്റ്ററിൽ കോൺട്രാക്ട് അക്കൗണ്ട് പഠിച്ചു, പ്രോസസ് കോസ്റ്റിംഗ് പഠിച്ചു, ജോബ് കോസ്റ്റിംഗ് പഠിച്ചു, യൂണിറ്റ് കോസ്റ്റിംഗ് പഠിച്ചു. എവിടെയും നമ്മൾ പഠിച്ചത് പ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. പ്രൊഡക്ഷനിൽ എങ്ങനെയാണ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു സർവീസ് റെൻഡറിങ് ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് കോസ്റ്റുകൾ അസർട്ടൈൻ ചെയ്യാം. So, operating costing is applied where the concerns are engaged in rendering services. എവിടെയാണോ സർവീസസ് റെൻഡർ ചെയ്യുന്നത് ആ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന കോസ്റ്റിങ്ങിനെയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. This is used in service rendering organization, so it is also known as service costing. അതുകൊണ്ട് തന്നെ നമുക്കതിന് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയാം. സർവീസ് റെൻഡർ ചെയ്യുന്ന ഓർഗനൈസേഷനുകളിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ നമുക്കിതിനെ സർവീസ് കോസ്റ്റിംഗ് എന്നാണ് നമ്മൾ പറയാം. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് റെൻഡറിംഗ് സർവീസസ്. ഇൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് we ascertain the cost of rendering services. The method of ascertaining operating cost is known as operating costing. Operating cost ascertain ചെയ്യുന്ന മെത്തേഡിനെയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയാം. Once again, operating costing is applied where there are services are taken place. This is applied to ascertain the cost of rendering services. The method of ascertaining operating cost is known as operating costing. This is also known as service costing. Then we have to discuss about the definition of operating costing. What is the definition of operating costing? According to ICMA, operating costing is defined as that form of operation costing which applies where standardized services are provided either by an undertaking or by a service cost center within an undertaking. എന്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്? The form of operating costing, that form of operating costing അതെവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? where standardized services are provided. എവിടെയാണോ സ്റ്റാൻഡേർഡൈസ്ഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതൊരു അണ്ടർടേക്കിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു അണ്ടർടേക്കിങ്ങിനുള്ളിലുള്ള സർവീസ് കോസ്റ്റ് സെന്റർ ആവാം. എനിവേ, എവിടെയാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്നുള്ള ഒരു ഫോം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എവിടെയാണോ നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നത്, അതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയാം. Then we have to discuss about the features of service costing or operating costing. We have already learned what is operating costing. In this way we can say the features of operating costing. This is applicable to service providing concern. This is applicable to service providing concern. എവിടെയാണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. It is used for ascertaining operating cost. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. The total cost is divided into fixed and variable. നമ്മൾ ഇവിടെ ഒരു ഓപ്പറേഷന് വരുന്ന കോസ്റ്റുകളെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? We have already learned that. What is fixed cost? Fixed cost are those costs which are remain fixed up to every level of ആക്ടിവിറ്റി. അത് എത്ര സർവീസ് കൂടിയാലും ഫിക്സഡ് ആയിട്ടുള്ള കുറെ ചാർജുകളുണ്ട്, ഇത്ര മിനിമം ചാർജസ് ഉണ്ട്, അതെല്ലാം ഫിക്സഡ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഇത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാല് അല്ലെ, അതൊരു ഫിക്സഡ് ചാർജ് ഉണ്ട്. 1 കിലോമീറ്ററിന് ഇത്ര ചാർജ്, അപ്പൊ അതിനേക്കാൾ കുറവാണെങ്കിലും അത് ഫിക്സഡ് ചാർജ് തന്നെ വരും. വേരിയബിൾ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ ആ വോളിയമിനനുസരിച്ചിട്ട് എത്ര നമ്മൾ വരുന്നുണ്ട് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേരിയബിൾ കോസ്റ്റ് ആണ്.
The cost unit may be simple and composite unit. നമ്മൾ പറഞ്ഞ cost unit ഇവിടെ simple unit ഉണ്ട്, composite unit ഉണ്ട്. It is used for preparing cost sheet. Operating costing is used for preparing cost sheet. Then suitability, in which areas we can apply operating costing. The areas are transport services, supply services, municipal services, welfare services, entertainment services, and professional services. First one, transport services. Transport services എന്ന് പറഞ്ഞാൽ നമുക്കറിയാം for carrying the passengers or goods. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സർവീസുകളെയാണ് ട്രാൻസ്പോർട്ട് സർവീസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം റെയിൽവേസ് ഉണ്ട്, എയർവേസ് ഉണ്ട്, വാട്ടർവേസ് ഉണ്ട്, അല്ലെ? അപ്പൊ അത് തന്നെയാണ് ട്രാൻസ്പോർട്ട് സർവീസസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് റെയിൽവേ, ലോറി, ബസ്, കാർ, ഷിപ്പിംഗ്, എയർവേസ് എക്സെട്ര. ദെൻ സപ്ലൈ സർവീസസ്. ഇത് കൂടാതെ നമുക്ക് സപ്ലൈ സർവീസസ് ഉണ്ട്, അല്ലെ? ഇലക്ട്രിസിറ്റി സപ്ലൈ ആണ്, അല്ലെ? വാട്ടർ സപ്ലൈ, ഗ്യാസ് സപ്ലൈ, ഇതെല്ലാം എന്താണ്? സപ്ലൈ സർവീസുകളാണ്. വെൽഫെയർ സർവീസസ്. ആരൊക്കെയാണ് നമുക്ക് വെൽഫെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്? വി ക്യാൻ ലിസ്റ്റ് ഔട്ട് ദാറ്റ് hospitals, schools, canteens, hotels, etc. These are all providing welfare services. Then municipal services. What are the municipal services? Road, maintenance, street lighting. These are all maintained by municipal services. Then entertainment services. What are the entertainment services? It provides recreational facility for the people. For example, cinema, drama, etc. Then the last one is professional services. Professional services means management consultants, legal services, accounting, etc. These are all the operating costing areas. അപ്പോൾ നമ്മളോട് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഏരിയാസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് എഴുതേണ്ടത്. ഈ സ്യൂട്ടബിലിറ്റി ആണ് നമ്മൾ എഴുതേണ്ടത്. Then operating cost unit. What do you mean by operating cost unit? Operating cost unit is used to express the cost of rendering services. Services render ചെയ്യുന്നതിന്റെ കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് യൂണിറ്റ്. There are two types of operating cost unit. Simple cost unit and a compound cost unit. Simple cost unit and a compound cost unit. ഇനി എന്താണ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്? സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് അതർവൈസ് നോൺ ആസ് സിംഗിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കോസ്റ്റ് യൂണിറ്റേ അവിടെ ഉണ്ടാവുള്ളൂ, ഒരേ ഒരു മെഷർമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ എ ടൺ, എ കിലോഗ്രാം. അപ്പൊ ഇതാണ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്. അവിടെ ഒരേ ഒരു മെഷർമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, എ ടൺ, എ കിലോഗ്രാം, എക്സെട്ര, എ ലിറ്റർ എന്നൊക്കെ നമ്മൾ പറയില്ല. അങ്ങനെ ഒരേ ഒരു മെഷർമെന്റേ ഉള്ളൂ എങ്കിൽ അത് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആണ്. ഇനി എന്താണ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്? Composite or compound unit takes into account both quantum of service and length or period of service. രണ്ട് തരം മെഷർമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോമ്പോസിറ്റ് യൂണിറ്റ് ആണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ 100 ആളുകളെ ഇത്ര കിലോമീറ്റർ നമ്മൾ കൊണ്ടുപോയി, 100 ആളുകളെ അല്ലെങ്കിൽ ഇത്ര സമയം നമ്മൾ കൊണ്ടുപോയി, അങ്ങനെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ കിലോമീറ്റർ ആൻഡ് ലെങ്ത് ഒക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഇത്ര അവേഴ്സ്, ഇത്ര കിലോമീറ്റർ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല. അങ്ങനെ രണ്ട് മെഷർമെന്റ് എവിടെയാണോ ഉപയോഗിക്കുന്നത് അതാണ് കോമ്പോസിറ്റ് യൂണിറ്റ്. Then next we have to discuss about transport costing. Transport costing means operating costing followed by railways, roadways, waterways and airways. നമ്മളുടെ ഈ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, റെയിൽവേസ്, റോഡ്വേസ്, വാട്ടർവേസ് ആൻഡ് എയർവേസ്, അവരുപയോഗിക്കുന്ന ആ സിസ്റ്റം ഓഫ് കോസ്റ്റിംഗ് ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഫോളോഡ് ബൈ റെയിൽവേസ്, റോഡ്വേസ്, വാട്ടർവേസ് ആൻഡ് എയർവേസ്. ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അഡോപ്റ്റഡ് ബൈ ട്രാൻസ്പോർട്ട് കമ്പനീസ് is known as transport costing. അപ്പൊ എന്താണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് adopted by transport companies. Objectives. What are the objectives of transport costing? To ascertain the cost of carrying passengers or goods. ഇപ്പോൾ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യാനാണ്. ഇപ്പോൾ ബസ്സൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ റിക്ഷയൊക്കെ ആണെങ്കിൽ നമ്മൾ പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യാനാണ്. എന്നാൽ ലോറിയും മറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗുഡ്സ് ക്യാരി ചെയ്യാനാണ്. അപ്പോൾ ഈ പാസഞ്ചറിനെയും ഗുഡ്സിനെയും ക്യാരി ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാണെന്ന് അസർടെയിൻ ചെയ്യാൻ. ദ നെക്സ്റ്റ് വൺ, ടു ഫിക്സ് ദ റേറ്റ് ഫോർ carrying
ആ ക്യാരിയിങ്ങിനുള്ള റേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു കമ്പയർ ദ കോസ്റ്റ് ഓഫ് ഡിഫറെന്റ് വെഹിക്കിൾ. ഇപ്പൊ ലാൻഡ് വേസ് ഉണ്ട്, റോഡ് വേസ് ഉണ്ട്, എയർവേസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവർക്കിടയിൽ എത്ര കോസ്റ്റുകൾ വരുന്നുണ്ട് ഓരോ വെഹിക്കിളിനും. ഇപ്പൊ ലോറി ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രക്ക് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതുകൾക്കിടയിലുള്ള കോസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, ലാൻഡ് വേസ്, റോഡ് വേസ് അങ്ങനെയുള്ള മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിനിടയിലുള്ള ആ കോസ്റ്റുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. To control various cost incurred for operating the vehicle. Vehicles operate ചെയ്യാൻ മറ്റ് കോസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. This is the objective of transport costing. So let us we can conclude this topic. First we have discussed the topic operating costing. Introduction to operating costing, definition of operating costing, features of operating costing, then suitabilities of operating costing. Then the next one is transport costing. Transport costing is the costing, operating costing followed by railway, roadways, etc. There are some objectives of transport costing.